വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. വളരെ സ്പെഷ്യലായിട്ടുള്ള സോയാബീൻ വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിവിടെ ഈ കറി ഉണ്ടാക്കാനായിട്ടൊരു 100 ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം സോയാബീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ തിളച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. ഇപ്പം എല്ലാ സോയാബീനും നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവാള, അതുപോലെ തന്നെ 2 തക്കാളി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഒന്ന് നല്ല രീതിയിലൊന്ന് പുഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ സോയാബീനും ഇതുപോലെ പുഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരിച്ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ പെരുംജീരകപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തോട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ ഞാൻ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ സോയാബീൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ടാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്തിട്ട് ഒരു വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടുക. അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ കറി മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ അതിൻ്റെ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.